എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിക്കുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ കുറച്ച് ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ അതിന് മീറ്റ് ചെയ്യണം. ആ പെർമനന്റ് റെസിഡൻസി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ലൈക്ക് മെഡിക്കെയർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങണമെങ്കിലോ ഒരു വീട് വാങ്ങണമെങ്കിലോ അവൈലബിൾ ആയിട്ടുള്ളത് 189 ഇൻഡിപെൻഡൻറ്റ് PR, 190 സ്റ്റേറ്റ് PR, 186 എംപ്ലോയർ സ്പോൺസേഡ് PR, 491 റീജിയണൽ. പിന്നെ നമുക്കിപ്പോൾ ആ PR കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലൈക്ക് ആ PR കിട്ടിയപ്പോൾ തന്നെ ഇവിടെ തന്നെ വന്ന് സെറ്റിൽ ആവണം എന്ന് നിർബന്ധമില്ല. പിന്നെ പറയുമ്പോൾ അത് ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാണ്ടാവുമ്പോൾ അവർ ഓഫ് ഷോറിലുള്ളവരും എടുക്കുന്നതായിരിക്കും. ചില എംപ്ലോയേഴ്സ് നമ്മളോട് അഗ്രി ചെയ്യും, ലൈക്ക് അവർ ഫസ്റ്റ് നിങ്ങളൊരു വർക്ക് വിസയിൽ കൊണ്ടുവരാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഒരു 6 months 1 year അല്ലെങ്കിൽ 2 years കഴിയുമ്പോൾ ഓസ്ട്രേലിയയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു 1 year വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ അതിൽ തന്നെ ഫാമിലി സ്പോൺസേഡ് PR ഉണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും റീജിയണൽ ഏരിയയിൽ നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി എന്നുള്ളൊരു ഫാമിലി മെമ്പർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 491 PR-ൽ നിന്നും 191 PR-ലേക്ക് മാറണമെങ്കിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു കാര്യം ആക്ച്വലി ചില ഏജൻസികൾക്ക് പോലും വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്.